കണ്ടോ ഗൈസ്, ഇങ്ങനത്തെ കുറേ നമ്മുടെ ഇങ്ങനത്തെ അസോളം കൊണ്ട് നിറഞ്ഞ് കിടക്കണം. ഞാൻ ഫുഡ് മാത്രമേ ഇട്ട് കൊടുക്കാറുള്ളൂ, പക്ഷേ ഇപ്പം അസോളം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇനി വേറെ കുറച്ച് ടാങ്ക് കൂടെ കാണാം. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്തു നിന്നാണ് നമ്മൾ ഇപ്പോൾ പ്ലേസ് ചെയ്ത് തരാൻ പോണത്. ഇതിൽ നിന്നൊക്കെ നമ്മളിപ്പം പിടിച്ചിട്ട് നിങ്ങൾക്ക് ഗ്ലാസ് ഇട്ട് കാണിച്ചു തരാം. ആ ഗോൾഡ് ഫിഷ് നമ്മൾ ഗ്ലാസ്സിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടെന്നല്ലോ. അത്യാവശ്യം നല്ല വലിയൊരു ഗോൾഡ് ഫിഷ് തന്നെയാണിത്. ടൈൽ എന്ന് പറയുന്ന ഫിഷാണിത്. മോളീസിൻ്റെ ഐറ്റം പോലെ വരും, നല്ല കുട്ടികളെ കിട്ടും. ആണ് നല്ല ഗോൾഡിഷൊക്കെ കാര്യം നല്ല കുട്ടികളെ കിട്ടുന്നുള്ള ഒരു ഐറ്റമാണിത്. നല്ല മൂവ്മെൻ്റൊക്കെ ഉള്ളതാണ് സാധനമാണ്. ഞാൻ ലൈഫ് ഫീഡാണ് ഇപ്പം അതാണ് അനങ്ങണത്. ഞാൻ ലൈഫ് ഫീഡ് ഇപ്പം ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇത് ഇന്നാ നാളെ ആകുമ്പോൾ ബ്രീഡാവും. എൻ്റെ ഫീമെയിലിൻ്റെയൊക്കെ ഇന്നാ നാളെ ആകുമ്പോൾ ബ്രീഡാവും. അപ്പോൾ ഇതൊരു നമുക്ക് നല്ലൊരു ഇത് തന്നെയാണ്, മോളി തന്നെയാണ്. അപ്പം ഫ്രണ്ട്സ് ഇത് നിറച്ചും അസോളമാണ്. നമ്മൾ ഇവിടെ അത്രയും അസോളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ്. ഇപ്പം അസോളം മാറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പം ഇതിൽ ഇപ്പം കുറച്ച് ഇനിയും കിടക്കുകയാണ് അസോളം. എന്നിട്ട് ഇതൊരു ഒരു കോരലെന്തോ കിട്ടിയ അസോളമാണ് നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് അസോള. ഇത് നമുക്ക് വളർത്തു മത്സ്യങ്ങൾക്ക് ഫീഡ് ചെയ്യാൻ കൊള്ളാമെന്നുള്ളതാണ്. ഇത് മറ്റേ ചിലവൊക്കെ ചുരുക്കി നമുക്ക് ഇപ്പം മറ്റേ പെല്ലറ്റൊന്നും വാങ്ങണ്ട, നമുക്ക് ഇത് തന്നെ ഫുഡായിട്ട് നല്ലവണ്ണം അവർ ടേക്ക് ചെയ്യുകയും ചെയ്യും. ഇതാണെങ്കിൽ മറ്റേ അവർ അടിയിൽ പോയി ഫുഡാണെങ്കിൽ ന്യൂമോണിയൊക്കെ വരും. ഇത് പ്ലാന്റ് ആയിക്കൊണ്ട് ന്യൂമോണിയ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇത് ഗപ്പിക്ക് നല്ലതാണ്, നല്ല ഓക്സിജന് സാധനങ്ങളെല്ലാം കിട്ടും. പിന്നെ ഈ ടാങ്കിലുള്ള മീനെ നമുക്ക് ഗ്ലാസ് ഇട്ട് കാണിച്ചു തരുന്നത് നമ്മൾ 1-2 കോരിന് കിട്ടിയ കുറച്ച് മീനാണ്. ഇത് നല്ല ടെയില് നല്ല ഭംഗി വരുന്നൊരു ഗപ്പീസാണ്. അപ്പം ഇത് നമ്മൾക്ക് ഇത് ഫ്രീ ആയിട്ടിരിക്കുന്ന ചുമ്മാ ഇരിക്കുന്ന ടൈമിൽ ഞാൻ 2 സ്ട്രെയിനെയൊക്കെ കൊണ്ടിട്ടാണ്. അത് ഞാൻ നോക്കാറൊന്നും ഇല്ലായിരുന്നു. അതിന് ശേഷം ഇതിങ്ങനെ ഒരു വർഷമൊക്കെ കാണും. ഇതിങ്ങനെ പെരുകി ഇനിയും കിടക്കണം. ഇത് ചുമ്മാ ഒന്ന് ജസ്റ്റ് ഒന്ന് കോരിയിട്ട് ഞാൻ കാണിച്ചു തരണതാണ്. അപ്പം ഇത് ഈ ഗപ്പീസിന് നമുക്കിപ്പോൾ മാർക്കറ്റിൽ കൊടുക്കുകയാണെങ്കിൽ ഒരു ഗപ്പീസിന് 5 രൂപ എന്ന് പറയുമ്പോൾ ഒരു പീസിന് 5 രൂപ എന്ന് വെച്ചുള്ള ഒരു റേഞ്ചാണ് കൊടുക്കാറുള്ളത്. അപ്പം ഇത് ഒരു നല്ലൊരു ഇതാണ്. നമുക്ക് നല്ല ഒരു 5 രൂപയായാലും 10 രൂപയായാലും നമുക്കൊരു 20 പൈസ കൊടുക്കുമ്പോൾ ഏകദേശം 100 200 ചിലപ്പോഴൊക്കെ കിട്ടും. 10 രൂപയൊക്കെ കൂടും, 200ഒക്കെ കിട്ടാറുണ്ട്. അപ്പം ഇത്ര നല്ലൊരു ഗപ്പിയാണിത്. അപ്പം ഞാൻ മിക്സഡ് ഗപ്പീസ് എടുക്കുന്ന ഈ ഒരു പെല്ലറ്റാണ്. ഈ ഒരു പെല്ലറ്റ് എന്ന് പറയുമ്പോൾ തായ്യൻ്റെ ഗ്രോവലാണ്. MRP 75 രൂപ എന്തോ ഉള്ളൂ. അപ്പം ഇത് നമുക്ക് കോഴിക്കാർപ്പിന് കൊടുക്കാം, ഗോൾഡ് ഫിഷിന് കൊടുക്കാം. ഇതിന് കളർ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. ഇതിന് 50 രൂപയുള്ളൂ. അല്ലാതെ മൊയിനെയൊക്കെ കൊടുത്താൽ നമുക്ക് മിക്സഡ് ഗപ്പിക്കൊന്നും കിട്ടൂല നമുക്ക്. അപ്പം ഇത് മതി നമുക്ക് മിക്സഡ് ഗപ്പിക്ക്. ഇതാണ് നമ്മൾ ഫുഡ് കൊടുക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ നാളായി ഞാൻ വീഡിയോ ഇട്ടിട്ട്, അതിന് സോറി. ഇനി ഞാൻ ഒരാഴ്ച 3 ദിവസം ഇടുന്നതായിരിക്കും. ഇപ്പം നമുക്ക് നേരെ ആ ഗപ്പി ടാങ്കിലോട്ട് പോവാം. അത് നമ്മൾ ലാസ്റ്റ് വീഡിയോ പറയുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ഒരാഴ്ച 3 ദിവസം, അത് ചൊവ്വ, വ്യാഴം, ഞായർ, അത് 3 ദിവസങ്ങൾ. അപ്പോൾ ഒരാഴ്ച ഞാൻ 3 വീഡിയോസ് ഇടുന്നതായിരിക്കും. എല്ലാവരും കട്ടൊക്കെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ എല്ലാം ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ബൈ.